ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഓപ്പണിങ് ഹിൽ ക്ലൈംബ് റേസിംഗ് 2. ആദ്യം തന്നെ എന്തോ ഒരു സംഭവമാണ്. നമുക്ക് ടാപ്പ് ടു കണ്ടിന്യൂ കൊടുക്കാം. നമ്മൾ പണ്ട് മറ്റേ ഹിൽ ക്ലൈംബ് റേസിംഗ് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. ഇത് റേസിംഗ് ആണ് ഗൈസ്, പണ്ടത്തെ പോലെ മറ്റേതല്ല, ഇത് റേസിംഗ് ആണ്. അതാണ് വേറൊരു പ്രശ്നം ഗൈസ്. ഇത് നമുക്കറിയാം ഗൈസ്. നമ്മ ഈ ഗെയിമിൽ പ്രൊഫഷണലാണെന്ന് നമുക്ക് മാത്രമല്ല ഗൈസ് അറിയുള്ളൂ ഗൈസ്. ഇതെന്ത് ഗൈസ്? അയ്യേ ഗൈസ്, എനിക്കിതറിയാം ഗൈസ് നല്ലോണം കളിക്കാൻ ഗൈസ്. റേസിംഗ് ആണ് ഗൈസ്, അതാണ് ഡിഫറൻസ് നമ്മുടെ മറ്റേ ഗെയിമിൻ്റെ ഈ ഗെയിമുമായിട്ട് ഗൈസ്. ഇതെന്താണ്ടൊക്കെ സംഭവം ഉണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങനെ പെട്ടിന്നാണ് ഗൈസ് മണി കിട്ടണം. ഇതെന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് മണിയാണ്. ഇതിലെങ്ങനെ നമുക്ക് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ആദ്യം നമുക്ക് വിവരിച്ച് പറയണ പോലെ ചെയ്യാം. ഫസ്റ്റ് ഇതൊക്കെ എന്താ ചെയ്യണ്ട? ഫസ്റ്റ് ടാപ്പ് ചെയ്ത് ഹിൽ ക്യാപ്പ് എൻജിൻ അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഗൈസ് നമ്മുടെ വണ്ടി പവറാണ് ഗൈസ്. പേവർ ഗൈസ് നമ്മൾ പറപ്പിക്കാം ഗൈസ്. കാരണം ഇത്തവണ നമ്മൾ എന്താണ്ടൊക്കെ സേവ് ചെയ്യാത്തൊക്കെ നമ്പറാണ് ഗൈസ് വന്നേക്കുന്നത് ഗൈസ്. ഇത് വീലി ഇങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടിയാണെങ്കിൽ നല്ല രീതിയിൽ RPM ഒക്കെ എടുക്കുന്നുണ്ട്. ഫ്യൂവലൊക്കെ ഇതിൽ വേറൊരു ടൈപ്പിലാണ് ഫ്യൂവല് കാണിക്കുന്നത് ഗൈസ്. ജയിച്ച് ഗൈസ്. ഗൈസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ മറ്റേ ഗെയിമിന് അത്രയും വരൂല, എന്നാലും നല്ല ഗെയിമാണ് ഗൈസ്. ഇത് വെറുതെ ആക്സിലേറ്റർ കൊടുത്താൽ വീല് ഇങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ് ഇതിൽ ഗൈസ്. ആദ്യത്തെ പാലം ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് പാലം കയറുന്നത്. ഗെയിമിൽ എയർ ടൈം ഉണ്ട്. നമ്മുടെ മൂണും അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഗൈസ്, അതാണ് വേറൊരു പ്രോബ്ലം ഗൈസ്. ഫ്രണ്ട് പൊങ്ങിപ്പോയി, സോറി ഗൈസ്. നമുക്ക് ഫ്യൂവല് എടുത്തില്ലെങ്കിലും സീനില്ല, കാരണം വണ്ടി കിട്ടുവാണ്. ഗോയ്സ് ഇത് എനിക്ക് ഇത്തിരി പോടാണ് ഗോയ്സ്. വണ്ടി ഗൈസ് അത് ഇത്തിരി സീനായിട്ടായിരുന്നു ഗൈസ്. അവിടെ വണ്ടി മൊത്തത്തിൽ നിന്നുപോയി ഗൈസ്. ഇത് ജയിക്കൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്, ഇതറിയില്ലായിരുന്നു. ഓക്കെ ഗൈസ് ഇതിൽ നമ്മൾ ഇങ്ങനെ പോകണം. ഓക്കെ ഗൈസ്, നമുക്കിത് എന്താണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പെയിൻറ് ഗൈസ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ. കാഷ്വല് ഓക്കെ ഗൈസ്. തൊപ്പിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ നമുക്ക് വേറെന്തെങ്കിലും നമ്മുടെ തല മാറ്റാൻ പറ്റും ഗൈസ്. പിന്നെ വേറെന്താണ്, നമുക്ക് നമ്മുടെ ബോഡി മാറ്റാൻ പറ്റും. വെഹിക്കിളിൽ പെയിൻ്റ് അടിച്ചിട്ട് കിണ്ണൻ. ഓക്കെ ഗൈസ് സെറ്റ്. അലോയ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സീൻ അലോയ് കിട്ടിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ചെയ്തിടും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഡണ്ണ് കൊടുക്കാം ഗൈസ്. നമുക്ക് ഡ്രൈവിങ് തുടങ്ങാം, സീനാക്കാം, പൊളിയാക്കാം. നമ്മൾ നൈറ്റിൽ സ്ട്രീറ്റ് റേസ് ചെയ്യാൻ പോവാണ് ഗൈസ്. എൻ്റെ വണ്ടി പോയ കണ്ട ഗൈസ്, സീനായിരുന്നു ഗൈസ്. മറ്റേ ഹിൽ ക്ലൈംബ് റേസിംഗ് പോലെ അല്ല ഇത്. വെറുതെ ആക്സിലേറ്റർ കൊടുത്താലും കളി അങ്ങോട്ട് നടന്നോളും. വീലടിച്ചുകൊണ്ടൊക്കെ നമുക്ക് കളിക്കാം. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ് ഗൈസ്. ഗൈസ് ഞാൻ എയർ വണ്ടി എടുക്കണതിൽ പ്രോയാണ് ഗൈസ്. അതുകൊണ്ട്
എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. ഗൈസ് പിന്നെ വണ്ടി ബേണൗട്ട് അടിച്ച് പറന്നിട്ടുണ്ട്. ഹിൽ ക്ലൈംബറും വെച്ച് ഇത്രയൊക്കെ കിണ്ണനായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗൈസ് ജമ്പൊക്കെ അടിച്ചങ്ങോട്ട് പവറാക്കാം. ഗൈസ് നമ്മുടെ സൈഡിലുള്ള ആ പ്ലെയർ ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തായിരുന്നു. അത് പൊളിച്ച്. ഇതൊക്കെ പൊളിച്ചാണല്ലോ ഗൈസ് സീൻ. ഗൈസ് നമുക്ക് ഇതിൽ സ്പെഷ്യലായിട്ടാണ് മണിയൊക്കെ കിട്ടുന്നത്. ഗൈസ് ഇവർ പ്രൊഫഷണൽ പ്ലെയേഴ്സാണ്. ഗൈസ് എനിക്കിത് ഇവർ പറയുന്ന രീതി കളിച്ചിട്ട് എന്താ പോലെ. ഗൈസ് ബൂസ്റ്റർ. ഗൈസ് ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട് ഒരു വട്ടം. ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഇല്ല ഗൈസ്, മണി വേണം. എൻജിനാണ് ഗൈസ് എനിക്ക് അപ്ഗ്രേഡ് വേണ്ട. വേറെ എന്ത് അപ്ഗ്രേഡ് ഇല്ലെങ്കിലും സീനില്ല. AWD അപ്ഗ്രേഡ് ചെയ്തേക്കാം. വണ്ടി സെറ്റ്. ഗൈസ് വണ്ടി പേവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പറപ്പിക്കാം. വണ്ടി കിക്കിടും ആക്കിയിട്ടുണ്ട് ഗൈസ്. ബൂസ്റ്റർ എങ്ങനെ പ്രവർത്തിക്കും ഇതൊന്നും എനിക്കറിയില്ല. ബൂസ്റ്റർ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ഞാനടുത്തത് ആലോചിക്കുന്നത്. നമ്മുടെ വണ്ടി പറക്കുമോ എന്നറിയില്ല. വണ്ടി പറക്കും, തള്ളുകയാണ്. ഗായ്സ് എനിക്കിപ്പോൾ മനസ്സിലായി, നമുക്ക് ഫ്യൂവൽ കിട്ടുമ്പോൾ വണ്ടിയിൽ നിന്ന് ബൂസ്റ്റർ പോവും. അങ്ങനെയാണ് ഗായ്സ് ഇപ്പോൾ എനിക്ക് പിടി കിട്ടി. നോക്കോ കണ്ടോ, ഫ്യൂവൽ കിട്ടുമ്പോൾ നമുക്ക് എയർ ടൈം ഞാൻ പ്രോയാണ്, അത് ഞങ്ങൾക്കറിയാലോ. ഗൈസ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഗൈസ് ഞാൻ ഇവർ പറയണ പോലെ നല്ല കളിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഗൈസ് കളിക്കുന്നത്. പക്ഷേ കിണ്ണനായിട്ട് തന്നെ വേണ്ട ഗൈസ്. ഇവർ പറയണ രീതി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗൈസ് ആ ബൂസ്റ്റർ പോയത് കണ്ടായിരുന്നോ? ഞാൻ വണ്ടി ഫുള്ള് ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറ്. ഗൈസ് നമ്മൾ പിന്നെയും അടുത്ത റേസും ജയിച്ചിട്ടുണ്ട്. നമ്മുടെ ആടെ എങ്ങോട്ടെങ്ങാണ്ടും പോയി. ഓക്കെ ഇവർ വേറെന്തോക്കെ പറയണ്ടല്ലോ ഗൈസ്. വെഹിക്കിൾ എങ്ങനെയാണ് മാറ്റണത്? ക്ലൈംബർ MK2 ഇതെങ്ങനെ നമ്മൾ മേടിക്കും എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഡീപ്പ് ഡൈവിങ്. ഗൈസ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേറെന്തോക്കെ സംഭവം വേണം. നമുക്ക് നമ്മുടെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള മണിയില്ല ഗൈസ്, അതാണ് വേറെ പ്രശ്നം. ഗൈസ് ഒന്നും കൂടി റേസ് ചെയ്യാം. ഗൈസ് ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ പ്ലെയേഴ്സൊക്കെ വരുന്നുണ്ട്. ഗൈസ് അതിൻ്റെ റിയൽ പ്ലെയേഴ്സിനായിട്ടാണ് ഗൈസ് അപ്പം മാച്ച്. അതാണ് പൊളി ഗൈസ്. ആ പ്ലെയേഴ്സിൻ്റെ അടുത്ത് കപ്പയൊക്കെ ഉണ്ട് ഗൈസ് ആ വണ്ടിയിൽ. ആരെങ്കിലും ഒന്ന് മറിഞ്ഞു വീണാൽ മതിയായിരുന്നു ഗൈസ്. നമ്മുടെ ആൾ പ്രോ ആയിട്ട് വിളിച്ചാൽ മതി. നമ്മുടെ ആൾ മാത്രം കിണ്ണനായാൽ മതി ആയിരുന്നു ഗൈസ്. പോയി ഗൈസ്. ഈ വണ്ടിയിൽ എനിക്ക് വീഴലൊക്കെ ഉണ്ട് ഗൈസ്. ഈ ഗെയിമിൽ വീഴൽ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്, അത് കൊള്ളൂല, എനിക്കിഷ്ടപ്പെടില്ല. ശിവന്മാരൊന്നും ഔട്ടാവാത്ത എന്താണ് ഗൈസ്? ഒരുത്തനാണ് ടൈറ്റ് മാച്ച് എന്നായിട്ട്. ഞാൻ പിന്നെ അല്ലെങ്കിലേ പണ്ടേ പ്രോയാണ് ഗൈസ്. കൊടുത്തത് മാറിപ്പോയി. തൊട്ടൊരു
സ്വിച്ച് മാറിപ്പോയതാണ് ഗൈസ് പ്രശ്നമായത്. നമ്മ ഒരു സ്വിച്ച് നമ്മുടെ മറ്റേ ഹിൽ ക്ലൈം പോലെ പിടിക്കരുത്, നമ്മൾ ഇത്തിരിച്ചേ പിടിക്കാവുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. മറ്റവനാണെങ്കിൽ അവിടെ വീണിട്ടുണ്ട്. എനിക്കിപ്പോൾ ട്രിക്ക് കിട്ടി ഗെയിമിൻ്റെ. ഈ ഗെയിം പക്ഷെ നല്ല പവർ ബ്രേക്കാണ്. മറ്റേ ഗെയിം ആയിരുന്നപ്പോൾ പവർ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. ഗൈസ് ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ചലഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്. കുറേ വട്ടം ഇത് കളിച്ചാലാണത് ശരിയാവുള്ളൂ. ഗൈസ് നമുക്ക് ജെംസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ് ഇതെങ്ങനെ മാറ്റണം? ഇത് മാറ്റണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അഡ്വഞ്ചർ ഒന്നും ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വണ്ടി കിട്ടും ഗൈസ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. നമ്മളൂടെ ആരോടോ വലിയ തലയുള്ളൊരുത്തം കളിക്കാൻ വന്നുണ്ട് ഗൈസ്. താടിക്കാരനാണല്ലോ ഗൈസ് നമ്മളൂടെ കളിക്കാൻ വന്നേക്കണത്. ഏതൊരു കഫേയിലാക്കാൻ വന്നിട്ടുണ്ട്. സീപ്പണ്ട് എന്ത് സ്പീഡിലാണ് ഗൈസ് തന്നെ. ഗൈസ് അമ്മ സീനായിട്ട് കളിച്ചിട്ടുണ്ട്. ഗൈസ് അമ്മ ജമ്പടിച്ചങ്ങാട് കിണ്ണനായിട്ടങ്ങാട് സെറ്റാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ ബീസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് 3 ഫൈനൽ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഫൈനൽ റേസാണ് തോന്നണ്. ഫൈനലായിരിക്കും ഗൈസ്. ഗൈസ് ഇത്തവണത്തെ റേസിൽ കണ്ട അവനാണ് നമ്മുടെ കോമ്പറ്റീഷൻ. നേരത്തെ റേസിൽ മറ്റവളായിരുന്നു. ഇതാണ് ഇവനാണ് ഗൈസ് നമുക്ക് കോമ്പറ്റീഷൻ. കഴിഞ്ഞ ഗൈസ് ഞാൻ അത് അറിഞ്ഞില്ല ഗൈസ് കഴിഞ്ഞത്. നമ്മ പുലി സീൻ മോനെ പുളി ഗൈസ്. ഈ റേസ് കഴിഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ പുതിയ കാറ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കിട്ടുമോയെന്നറിയില്ല ഗൈസ്. ഇതിൽ എൻ്റെ വണ്ടി മാത്രമാണ് ഗൈസ് ഇങ്ങനെയുള്ള കിണ്ണം വണ്ടി. മറ്റേ ആ മാടയൊക്കെ വണ്ടി ആദ്യം കിട്ടണ ടൈപ്പ് വണ്ടി തന്നെയാണ് ഗൈസ്. ഇവന്മാർ ആദ്യം കളിക്കണ ബിഗിനേഴ്സാണ് ഗൈസ്. എൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ പുകയൊക്കെ വരും, തീയൊക്കെ വരും. ബൂസ്റ്റർ ഉണ്ടല്ലോ ഗൈസ്, വണ്ടി പറക്കും ഗൈസ്. സീനാണ് ഞാൻ മറ്റേ വണ്ടിക്ക് വെയിറ്റിംഗ് ആണ് ഗൈസ്. പക്ഷെ എനിക്ക് ഈ വണ്ടിയാണ് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഗെയിമിൽ. മറ്റേ ഗെയിമിൽ ട്രോഫി ട്രക്കാണ്, പക്ഷേ ഈ ഗെയിമിൽ എനിക്കിപ്പോൾ ഇഷ്ടം ഈ വണ്ടിയാണ് ഗൈസ്. വണ്ടിക്ക് നല്ല പുകയുണ്ട് കേട്ടോ. ഇവന്മാരാണെങ്കിൽ ഇതെന്താ കാട്ടണ. നമ്മുടെ വണ്ടിക്ക് വേറെ വീലൊക്കെയാണ് ഗൈസ്. ഇവന്മാരുടെയൊക്കെ നൂബ് വീലാണ് ആദ്യം കിട്ടണ ടൈപ്പ്. പിന്നെ എനിക്ക് ബൂസ്റ്റർ ഉണ്ട് ഗൈസ്, അതാണ് വേറൊരു പ്രശ്നം. അടുത്തൊക്കെ സ്പെഷ്യാലിറ്റി നമുക്ക്. പിന്നെ ഗൈസ് വണ്ടി ഓരോരോ വട്ടം ജമ്പടിച്ച് വണ്ടി തറയിൽ മുട്ടുമ്പോഴും വണ്ടീൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റേസ് കഴിയും. നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ് ഗൈസ്. ബാക്ക് ബ്രേക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരൂല ഗൈസ്. പുതിയ വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ വണ്ടി കിട്ടി. യോ ഗൈസ് റോൾ കേജ് വീലി ബൂസ്റ്റ്. നമുക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം, സീനാക്കാം ഗൈസ്. വണ്ടിക്ക് റോൾ കേജ് വെക്കണം. പാർട്സ് സ്ക്രാപ്പ് അൺലോക്ക് റീച്ച്
ഓക്കെ ഗൈസ്, നമുക്ക് ഈ വണ്ടി കാശ് കൊടുത്താണ് ഗൈസ് മേടിക്കേണ്ടത്. 6000. ലുക്സ് എന്ന് പറയാനായിട്ട് എന്ത് മനസ്സിലാണല്ല. അയ്യേ, ഇത് തന്നെയാണ് ഗൈസ് നല്ലത്. അയ്യേ, നമ്മുടെ വണ്ടിക്ക് ഇതാണ് ഗൈസ് പെയിൻറ്റ്. ഈ പെയിൻറ്റാണ് ഗൈസ് നല്ലത്. ഇതും എനിക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു. കാർട്ടൂൺ ലഗോ ഇതിഷ്ടപ്പെട്ടു ഗൈസ്. ഇതെനിക്ക് പക്ഷെ വെക്കാൻ പറ്റില്ല. വെള്ളയിൽ നല്ല ഇതാണ്. വെറൈൻ നമുക്ക് ഇവനെ കിട്ടുമെന്ന് തോന്നുന്നു. ക്യാരക്ടർ തൊപ്പി ഇത് മതി ഗൈസ്. നാളെ അയക്കുന്ന തലയൊക്കെ മാറ്റാം. ഈ സീത്തലേന നല്ലത്. ബനിയന എല്ലാ ബനിയനും നമുക്ക് വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷേ ഇതെന്ത് പറ്റി ഗൈസ്? ഇത് എന്താ മാറാനുള്ള ഒരു ക്യാരക്ടറിൻ്റെ തല? ഇതൊന്നും മനസ്സിലാവണില്ലേ. ഇതെന്താ ഗൈസ് മാറണില്ല ഗൈസ് വേറെ ക്യാരക്ടറിലോട്ട്. ശരി പാൻറ് മാത്രം മാറുന്നുണ്ട് കറക്റ്റായിട്ട്. അതെന്തായാലും നന്നായി. നമുക്കിതിൽ ആക്സസറീസ് ഒക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ മാസ്ക് കിട്ടണമെന്നുണ്ട്. ഗൈസ് ഇതെന്താണ്? ഞാൻ ഒന്നുകൂടി മാറ്റാൻ പറ്റുമോ നോക്കട്ടെ ക്യാരക്ടർ. പതുക്കെ മാറി. ശരിയായി ഗൈസ്, ക്യാരക്ടർ ശരിയായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാം സെറ്റാണ്. വണ്ടി പറപ്പിച്ച് നമുക്ക് കാശുണ്ടാക്കാം. ഇനി ഗൈസ് മറ്റേ ഒവി എന്ന് പറയണവൻ്റെ വണ്ടി കണ്ടാ ഗൈസ്? ഒവിൻ്റെ ഓവിക്ക് കിണ്ണ വണ്ടിയാണ്. ആ പ്രോ പ്ലെയറാണ് ഗൈസ് ഓവി. പക്ഷെ നമ്മ ഏത് വണ്ടിയാണെങ്കിലും പൊളിയല്ലേ ഗൈസ്. ഓവി വന്നാലും കീവി വന്നാലും നമ്മളെ പൊട്ടിക്കാൻ ഇത്തിരി പാടായിരിക്കും. അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പൊട്ടിക്കാൻ പാടായിരിക്കും. എന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടി പവർ അടിക്കാം. ഓവി പിന്നെ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഓവിക്ക് പുള്ളിങ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഓവിൻ്റെ വണ്ടി പിന്നെ പവറും ഉണ്ട്, പുള്ളിങ്ങും ഉണ്ട്. സീനാണ് എൻ്റെ വണ്ടി, സീനാണ്. പക്ഷെ അതിന് നല്ലോണം കളിക്കാൻ അറിയില്ല. നമുക്ക് പെട്രോൾ കിട്ടുന്ന സമയങ്ങളാണ് നമ്മൾ ജയിക്കാനായിട്ട് നമുക്ക് ചാൻസ്. കണ്ട ഓവി ഓവർടേക്ക് ചെയ്തു അല്ലാത്ത സമയം. പെട്രോളേ വേഗം കിട്ട്. യെസ് ഗൈസ്, നമുക്ക് പെട്രോൾ കിട്ടി. യെസ്, പെട്രോൾ കാരണം നമ്മൾ ജയിച്ചാണ്ടോ ഗൈസ്? ഈവന്മാർ വെറുതെ റേസ് പിന്നെയും എൻ്റെ പണി. ഓവി ആണെങ്കിൽ പിന്നെ ഇതെന്താ കാട്ടണ? ഓവിക്ക് ഭയങ്കര പവറുണ്ട് ഗൈസ്. ഓവി കണ്ട ആ ഓവിൻ്റെ വണ്ടി മാത്രമാണ് ഗൈസ് അങ്ങനെ സ്പീഡിൽ വന്നത്. എന്താണെന്ന് അറിയില്ല ഗൈസ്, ഓവിൻ്റെ വണ്ടിക്ക് മാത്രം ഭയങ്കര പവർ. നമ്മുടെ വണ്ടിക്കൊന്നും അധികം പവറില്ല ഗൈസ്. ഇനിയെങ്കിലും റേസ് കഴിഞ്ഞു ഗൈസ്. ഓവിയാണ് ഗൈസ് ഏറ്റവും ലാസ്റ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓക്കെ ഗൈസ്. ഓക്കെ ഇതെന്താ അടുത്തത്? ഓക്കെ ഗൈസ് നമുക്ക് വേറെ എന്താണ് കിട്ടിയിട്ടുണ്ട്.
ഗൈസ് സ്കിന്നും ഷോക്ക് അബ്സറൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെന്താ ഗൈസ്, നമുക്കിനി പൊളിക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. വണ്ടി പെവറാക്കാൻ പറ്റും ഗൈസ്. മറ്റേ വണ്ടി മേടിക്കാനുള്ള കാശായാൽ നോക്കട്ടെ. യെസ് ഗൈസ്, ഈ വണ്ടി മേടിക്കാം. വണ്ടി മേടിച്ചിട്ടുണ്ട്, സൂപ്പർ ഹിൽ ക്ലൈംബർ. ഗൈസ് ഈ വണ്ടിക്ക് റോൾ കേജൊക്കെ ഉണ്ട്. ഗൈസ് നമുക്ക് റോൾ കേജ് വെക്കാം. ഗൈസ് ഇവരൊക്കെ ഇങ്ങനെ ക്യാരക്ടറിനെ കിട്ടണ എന്താ? ഇവർ ക്യാരക്ടറിനെ സെറ്റ് ചെയ്ത് തരും ഗൈസ്. ഓക്കെ സെറ്റ്. അത് കഴിഞ്ഞിട്ട് പാർട്സ് സ്ക്രാപ്പ്. എനിക്ക് നല്ല റോൾ കേജ് ഷോ പവറിൻ്റെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല ഗൈസ്. ഇതാണ് ഗൈസ് അടുത്ത പ്രശ്നം. പെയിൻ്റ് ഗൈസ്, ഈ വണ്ടിക്ക് പെയിൻ്റ് അടിക്കണം. ഈ വണ്ടിക്ക് വേറെ ടൈപ്പാണ് ഗൈസ്. പുറകിൽ അയ്യേ ഇത് കിട്ടില്ല, ഇത് രണ്ടും കിട്ടില്ല. വേറെ ഒന്നും കിട്ടൂല ഗൈസ്. വണ്ടിക്ക് ഇങ്ങനെ അത്ര കളർ മാറ്റാൻ പറ്റുള്ളൂ ഗൈസ്. പച്ച കളർ ഇരിക്കട്ടെ. ഗൈസ് ഈ വണ്ടിയും വെച്ച് നമ്മൾ തോക്കുമെന്ന് എൻ്റെ ഡൗട്ട്. മറ്റേ വണ്ടീൻ്റെ അത്രയും പവർ ഉണ്ടാകുന്നറിയില്ല. സൂപ്പർ ഹിൽ ക്ലൈംബറാണ്. എന്താ മനസ്സിലായില്ല? ഇവിടെ നിന്ന് ഭയങ്കര സ്പീഡിൽ പോകണം ഗൈസ്, ഭയങ്കര പവറിൽ പോകണം, ഭയങ്കര പവർ വേണം. മനസ്സിലാവണ്ട ഗൈസ് കളി. ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്നൊക്കെ പറയാനുണ്ട് ഗൈസ്. ഗൈസ് എന്തോ ഒരു ആക്സസറീസ് കിട്ടിയിട്ടുണ്ട്. വേറെ ടാസ്ക് എന്താ കംപ്ലീറ്റ് ചെയ്യാൻ? ഈ ഹിൽ ക്ലൈംബർ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ഇത്തിരി വില കൂടുതലാണ്. ഇത് എക്വിപ്പ് ചെയ്യാം ഗൈസ്. കേസ് ബൂസ്റ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. എൻജിൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എൻജിൻ്റെ സൈഡ് തന്നെ ഗൈസ് അപ്ഗ്രേഡ് സീനാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ ഗൈസ്, വണ്ടി പവർ ആക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും വണ്ടീൻ്റെ ആക്സലറേഷൻ ഒന്നും അറിയില്ല. ഈ വണ്ടി ഇപ്പോൾ പവറായിട്ടുണ്ട്. വണ്ടിയാണെങ്കിൽ ആക്സിലേറ്റർ ഞാൻ ഇടക്ക് വിട്ട് പോകണതാണ് ഗൈസ്. ആക്സിലേറ്റർ ചില സമയത്ത് ഈ വണ്ടിക്ക് എങ്ങനെയാണ് ആ സാധനം വർക്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല. നമ്മൾ ഇത്തവണ സെക്കൻഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത്ര നേരം ഫസ്റ്റ് ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്ന. ഫ്രണ്ട്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കായിരുന്നു പറ്റും. പക്ഷേ ഗൈസ് നമ്മുടെ ആ പഴയ ആ ഒരു വണ്ടിയില്ല, അതാണ് പവർ. കണ്ട ഇതിപ്പോൾ ഇത് ഈ ഡോഡി ഡുപ്പിടപ്പട
എൻ്റെ പേര് തന്നെ വായിക്കാൻ പറ്റണില്ല. നമ്മൾ സെക്കൻഡാണ് ഗൈസ് അടിക്കുന്നത്. നെക്സ്റ്റ് ഇത് അവസാനത്തെ പ്രതീക്ഷയാണ് ഗൈസ്. ഇതിലാണ് നമ്മൾ ജയിക്കാൻ പറ്റുള്ളൂ. യെസ് ഗൈസ്, അവസാനത്തെ പ്രതീക്ഷ എനിക്കുണ്ട്. അവസാനം ഗൈസ് ഞാൻ ഗൈസ് എന്താ മനസ്സിലാവുന്നില്ല, വണ്ടി കയറുന്നില്ല ഗൈസ്. തോറ്റ് ഗൈസ്. നെക്സ്റ്റ് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്യാരക്ടറിനെ എന്താ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നായിരുന്നു. ക്യാരക്ടർ ഇതെന്താ മനസ്സിലായില്ലല്ലോ. ഓക്കെ, എനിക്ക് ഇതൊന്നും കിട്ടിയില്ല ഗൈസ് ഇതുവരെ. തല വേറെ ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഞാൻ ഈ വണ്ടി തന്നെ വെച്ച് കളിക്കാൻ പോകണതാണ് ഗൈസ്. ഇതാണ് നല്ല വണ്ടി. ഈ വണ്ടി വെച്ച് കളിക്കണം ഒരു സുഖം ഗൈസ് കിട്ടൂല ഗൈസ്. നമ്മളെ പോലത്തെ വണ്ടി എടുത്ത് ഒരുത്തം വന്ന് ഗൈസ്. ഗൈസ് ഇവർക്കൊന്നും അറിയില്ല ഗൈസ് നമ്മുടെ വണ്ടിക്ക് മറ്റേ പവറുള്ള കാര്യം, പെട്രോൾ പവർ. പെട്രോളല്ല ഡീസലല്ലേ ഗൈസ് ഈ വണ്ടി? ഡീസലാന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെയുള്ള വണ്ടിക്ക് സ്പീഡുണ്ട് ഗൈസ്. ഗൈസ് ആ ലാൻഡിങ് ആയിരുന്നു എൻ്റെ സീൻ. ഗൈസ് ഈ വണ്ടി ഇപ്പോൾ റേസിങ്ങിൽ അങ്ങനെ പ്രോ ആയിട്ട് നിൽക്കുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നത്. ഈ വണ്ടീൻ്റെ കാലം കഴിഞ്ഞ് ഗൈസ്. കാരണം മറ്റേ വണ്ടികളൊക്കെ അപ്ഗ്രേഡ് ഇട്ട് പൊളി കിണ്ണം കാച്ചി കിഡിലോസ്കി ബംബ്ലോസ്കി സാധനമാണ്. വേറെ വണ്ടികൾക്ക് വല്ല അപ്ഗ്രേഡ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വണ്ടിക്ക് എന്നാൽ അപ്ഗ്രേഡ് ഉണ്ട് ഗൈസ്. എൻ്റെ വണ്ടിക്ക് വേറെ ഡീസലൊക്കെ കാണിക്കുന്ന നാവിഗേഷനൊക്കെ ഉണ്ട്. സെക്കൻഡ് അടിച്ച് സെക്കൻഡ് ഫസ്റ്റ് അടിക്കണേ. ഫസ്റ്റ് അടിക്കില്ല ഞാൻ അവരാണ് ഗൈസ്. ഫസ്റ്റ് അടിക്കൂല ഗൈസ്. ഈ ഒരു സ്ഥലമാകുമ്പോൾ എൻ്റെ വണ്ടിക്കാണ് ഗൈസ് പുള്ളിങ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ റേസ് നമ്മൾ ആദ്യം കളിച്ച സമയങ്ങളിൽ വന്നതാണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത കളിയല്ലേ ഗൈസ്. സേഫ് ലാൻഡിങ്. രാമാരൊക്കെ വന്നിട്ടുണ്ടാകും. സെക്കൻഡ് അടിച്ച് കിണ്ണനാക്കി പൊളിപ്പ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും.